بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധിയുണ്ട്. മരണപ്പെട്ടേ പറ്റുള്ളൂ, മരിച്ചേ പറ്റുള്ളൂ. ഒരാൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേറെ ഒരു അവധി കൊടുത്തില്ല. അവസാന സമയം യാചിക്കുമ്പോ എന്നാ പിന്നെ കുറച്ചും കൂടെ നീ ജീവിച്ചോ, കുറച്ചെങ്കിലും കൂടെ എന്തെങ്കിലും നന്മകൾ ചെയ്തോ, അല്ലെങ്കിൽ തൗബയൊക്കെ ചെയ്തിട്ട് തയ്യാറായിട്ട് നിന്നോ, ഇതൊന്നും ആർക്കുമില്ല. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഖ്. അല്ലാഹു ആ അവധി നിശ്ചയിച്ചിരിക്കുന്ന സമയം, നിശ്ചയിച്ച സമയം ഫീ ബത്നി ഉമ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മാന്റെ വയറ്റിൽ ഗർഭാശയത്തിലുള്ള സമയം എപ്പോഴാ മരിക്കേണ്ടതെന്നും എഴുതിയില്ല. അപ്പോഴേ പോകുള്ളൂ, അതിന് മുമ്പ് ഒരിക്കലും പോകില്ല. വേദമായിട്ട് കാര്യമൊന്നുമില്ല, ഒരിക്കലും പോകില്ല. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ റേഷൻ അല്ലാഹു എഴുതിയ അവസാനത്തെ ആ ഒരു മണിച്ചോറ് അത് കഴിക്കാണ്ട് നമ്മൾ ആരും ഈ ദുനിയ മുന്നോട്ട് പോകില്ല. അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കലുമില്ല, പിന്നെ പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഖ്തിയാർ നൽകി. പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ലോകത്ത് വേറെ ഒരാൾക്കും കൊടുത്തില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുയ്യിറ അബ്ദുൻ, ഒരടിമക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. വേണമെങ്കിൽ ദുനിയാവിലെയും സുഖമായി ജീവിക്കാം, അല്ലെങ്കിൽ റഫീഖുൽ അലയിലേക്ക് മടങ്ങാം. ഇത് പറഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. കാരണം ആ ഇഖ്തിയാർ നൽകപ്പെട്ട അബ്ദ് ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വേറൊരു സഹാബികൾക്ക് മനസ്സിലായില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ആള് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവസാനം കൈകൾ ഉയർത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ? അന്നേരം ജിബ്രീൽ ചോദിച്ചു, വേണോ ഇനി കുറച്ചു കാലം കൂടി ജീവിക്കണോ, അതല്ല പോന്നോ? അന്നേരം പറഞ്ഞത് ഇലർ റഫീഖിൽ അഅല, മതി പോവാ റഫീഖുൽ അഅലയിലെ ഏറ്റവും നല്ല ഉയർന്ന കൂട്ടുകാരന്റെ അടുക്കലേക്ക്. അത് ആയുസിന്റെ ബർക്കത്താണ്. ഒരുപാട് കാലം ജീവിച്ചതുപോലെയുള്ള ഒരനുഭവം. അല്ലെങ്കിൽ അല്ലാഹു അഅലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘായുസ് തരും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. അല്ലാഹു അഅലം. അത് ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഇത് ചെയ്തോളൂ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി എന്താ? അത് ചെയ്യല. ഇതുപോലെ അറിയാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അല്ലെങ്കിൽ ഇബ്നു അബ്ബാസിന്റെ കണ്ണിനെന്തോ രോഗം പിടിപെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സംസം വെള്ളം ഉപയോഗിക്കും. അപ്പം ഈ സഹാബി പറഞ്ഞു, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമറിന്റെ മോൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഇനി മരിക്കുന്നു പറഞ്ഞാൽ നിന്നോട് സംസാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഫ ഉണ്ടെന്ന് പറഞ്ഞ ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറയുമ്പോ നീ അത് പരീക്ഷിച്ചു നോക്കട്ടെ എന്നാ പറയുന്നു. എനിക്കെന്താ സംശയമുണ്ടോ ആ കാര്യത്തിൽ? പിന്നെ അദ്ദേഹം വഫാത്താകുന്നവരെ ആ മോനോട് മുണ്ടി. അതാണ് മുഅ്മിൻ, അതാണ് ഈമാൻ, അതാണ് ഇത്തിബാ. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അതായത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഷഹാദയുടെ 4 നിബന്ധനകൾ എന്തൊക്കെയാ? ഇംതിസാലുഹു ഫീമാ അമർ വജിതിനാബു മാ നഹാ അൻഹു വസജർ وتصديقه فيما أخبر
വഅല്ലാ യുഅബദുല്ലാഹ് ഇല്ലാ ബിമാ ശറഅ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തും അനുസരിച്ചോളണം, നിരോധിച്ചതെന്തും ഒഴിവാക്കിക്കൊള്ളണം. നമുക്ക് എന്താണോ അല്ലാഹുവിൽ നിന്നും പറഞ്ഞു തന്ന വാർത്തകൾ സത്യമാക്കിക്കൊള്ളണം. അപ്രവാചകൻ ശരീരത്തിൽ നിയമമാക്കിയത് പ്രകാരം മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. അവിടെ അങ്ങനെ ദീർഘായുസ് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തോളൂ, നിങ്ങൾക്ക് ദീർഘായുസ് നൽകപ്പെടും. പറഞ്ഞിട്ടുണ്ട് ചേർത്തോളൂ. അതെങ്ങനെയായിരിക്കും അല്ലാഹു നീട്ടിത്തരിക? അല്ലാഹു ആലം, നീട്ടി തന്നോട്ടെ. അഥവാ നീട്ടി കിട്ടിയാൽ ഖൈറാൻ. കാരണം എന്ത് ചെയ്യാം? തൗബയും ചെയ്യാം, അമലി സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു നസീബാക്കി തരട്ടെ. മരിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചു. പലപ്പോഴും നമ്മുടെ നാടന്മാര് പറയുന്ന ഒരു വർത്താനുള്ളൂ, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഒരു കാരണവശാലും ചിന്തിക്കരുത്. കാരണം മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനമല്ല, യഥാർത്ഥത്തിൽ തുടങ്ങുകയാണ്. നമ്മൾ മേൽപ്പുറം വന്ന് കാറ് കയറി കോഴിക്കോട് എയർപോർട്ടിലേക്ക് യാത്രയായില്ല, എയർപോർട്ടിലേക്ക് ഇപ്പൊ പോകുന്നു. അവിടെ നിന്ന് പ്ലെയിൻ കയറിയിട്ട് ഇവിടെ ഇങ്ങോട്ട് പോവാൻ, ദുബായിലേക്ക് പോവാൻ, ആ യാത്രക്കുള്ള പോക്കാണിത്. അതാണ് ദുനിയാവ്. ദുനിയാവ് മേൽപ്പുറം വന്ന് കോഴിക്കോടേക്കുള്ള പോക്കാണ്. കോഴിക്കോട് എത്തിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യാ? ശരിക്കുള്ള യാത്ര വിമാനത്തിൽ തുടങ്ങുക. മയ്യത്തിന് കട്ടിൽ വരെയുള്ളത് ആ ഒരു തയ്യാറെടുപ്പിന്റെ സമയമാണ്. മയ്യത്ത് കട്ടിലാണ് ശരിക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അതാണെങ്കിലോ തീരാത്ത യാത്ര. പറഞ്ഞിട്ടുണ്ട്, നരകവാസികൾ നരകത്തിലേക്ക് പോയി കഴിഞ്ഞു, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അല്ലാഹു മൗത്തിനെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും രണ്ടുപേരോട്, ഇതെന്താ നിങ്ങൾക്ക് അറിയുമോ? അതെ, ഇത് മരണമാണ്. എന്നിട്ട് ആ മരണത്തിന് അവിടെ നടക്കും. എന്നിട്ട് പറയും, എലി നിങ്ങൾക്കും മരണമില്ല, നിങ്ങൾക്കും മരണമില്ല. സ്വർഗവാസികൾ ഖാലിദീന ഫീഹാ അബദ, സുഖിച്ചോളുക. നരകവാസികൾ കാലാകാലത്തേക്കും വേദനകൾ അനുഭവിച്ചുകൊള്ളുക. ശരിക്കും ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് അതിനു വേണ്ടി ജീവിക്കുന്നവനായിരിക്കൂടെ സത്യവിശ്വാസം ബുദ്ധിയുള്ളവൻ യഥാർത്ഥത്തിൽ. അല്ലാഹു നമ്മളെ തോൽപ്പിക്കുന്ന നസീബാക്കട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ശൈത്താൻ ثم لأقعدن لهم صراطك المستقيم, ഞാൻ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വേണ്ടി വന്ന് പതിയിരിക്കും. ഒരുത്തരെയും നിർവഹിക്ക് നടക്കാൻ ഞാൻ സമ്മതിക്കൂല. ശൈത്താൻ അല്ലാഹുവിനോട് ശപഥം ചെയ്തിട്ട് പറഞ്ഞ സംഗതിയാണ്. വളരെ അപകടം പിടിച്ച കാര്യമാണ്. അവന്റെ മരണം അതിന്റെ രുചി അനുഭവിച്ചേ പറ്റുള്ളൂ. അയാൾക്ക് വേണ്ടി ഇങ്ങനെ ഹൈഡ് എന്താണ് മരണം കാണുന്നത് പുതിയ അവസ്ഥയിലുണ്ട്. അയാൾക്ക് വേണ്ടി ഹൈഡ് ഉണ്ടാവും ജീവനാണെങ്കിൽ എനിക്ക് അപ്പൊ അദ്ദേഹത്തിനുമാവാം ഖൈറൻ ലഹു, അയാൾക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ ഇസ്ലാമിൽ ജീവിപ്പിക്കാനാണ്, മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടെ നീ ജീവിപ്പിക്കണം. APJ അബ്ദുൽ ഖാദർ മൗലവി, നമ്മുടെ കേരളത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അദ്ദേഹം ഇതേപോലെ ഹോസ്പിറ്റലിലായപ്പോ അന്ന് ഞാൻ ബഹ്റൈനിലാണ്. അപ്പൊ സെന്ററിൽ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ APJ സുഖമില്ല. അന്ന് കേന്ദ്രം വിശുദ്ധം അങ്ങനെ ഭയങ്കര രൂക്ഷമായ അടികൾ നടക്കുന്ന സമയം പിന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ദുആ അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഖൈറെങ്കിൽ ആഫിയത്തോടെ നീ ഇസ്ലാമിൽ ജീവിപ്പിക്കണം, മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടുള്ള മരണം നൽകണം. പിറ്റേന്ന് ആൾക്കാർ പറയുന്നു ഇയാള് മരിക്കാൻ വന്നേ ദുആ ചെയ്തു, നിങ്ങൾ കൊല്ലാൻ ദുആ ചെയ്തു. ഭയങ്കര പഠിപ്പിച്ച ദുആയാണ്. അങ്ങനെ ദുആ ചെയ്തു. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നല്ല വയസ്സുള്ള ഉപ്പമാരും ഉപ്പാപ്പമാരും അമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള മാരകമായ രോഗം പിടിപെട്ട ആൾക്കാരുണ്ടാവും. അവർ ഉമ്മാക്കും ചിലപ്പോൾ പ്രയാസം ഉണ്ടാക്കും, ഉപ്പാക്ക് പ്രയാസം ഉണ്ടാക്കും, സാമ്പത്തികമായിട്ടും മറ്റെല്ലാം മാനസികമായിട്ടും ഒക്കെ പ്രയാസം ഉണ്ടാവും. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യും. അല്ലാഹുവേ ജീവിതമാണ് ഖൈറെങ്കിൽ ശിഫാഅ് കൊടുത്ത് ആഫിയത്ത് കൊടുത്ത് നല്ല നിലക്ക് ജീവിപ്പിക്കണേ, അല്ലെങ്കിൽ മരണമാണ് ഖൈറെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഈമാനോടെ മരിപ്പിക്കണമേ. അത് ദുആ ചെയ്യണം. എന്ന് വെച്ച് നമ്മൾ മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം പെട്ടി തുറന്നില്ല, പെട്ടിന് ഇഷ്ടംപോലെ സ്ഥലം വരെയും തുറക്കാൻ ബാക്കിയുണ്ട്. അത്രേ
അതുകൊണ്ട് മരിക്കാതിരിക്കൽ ഖൈറാണ്. അതുകൊണ്ടാണ് രണ്ട് സഹാബാക്കൾ റമദാനുമായി ബന്ധപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് മുസ്ലിമായി, രണ്ട് ചങ്ങാതിമാർ ഒരു മുസ്ലിമായി, ഒരാള് ജിഹാദ് ഷഹീദായി, മറ്റേ ആള് ഒരു വർഷം കൂടി ജീവിച്ച് പിന്നെ വീട്ടിൽ കിടന്ന് മരണപ്പെട്ടു. അപ്പൊ സഹാബാക്കൾ ചങ്ങാതിമാര് പറയാൻ തുടങ്ങി, മറ്റേ ചങ്ങാതി എത്ര ഭാഗ്യവാനാണ്, ഷഹീദായല്ലോ, ഇയാൾക്കത് കിട്ടിയില്ലല്ലോ. റസൂലുള്ളാഹി ചോദിച്ചു, ഇയാൾക്ക് ഒരു കൊല്ലം അധികം കിട്ടിയില്ലേ? ആ ഒരു കൊല്ലത്തിൽ ഒരു റമദാൻ അധികം കിട്ടിയില്ലേ? ഒരു റമദാനിന്റെ നോമ്പ് അധികം എടുത്തില്ലേ? ശരിയാ, ആയുസ് നീട്ടി കിട്ടിയാൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. എന്നാൽ ഫാജിറുകളാണെങ്കിൽ കിട്ടാത്ത ഖൈർ, കാരണം നന്മകൾ വർദ്ധിപ്പിക്കൽ ഉണ്ടാവില്ല. ആ ആയുസ് കൊണ്ട് എന്തേ കിട്ടൂ? തിന്മകൾ അധികരിക്കുക മാത്രമേ ഉള്ളൂ. എന്തായാലും പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹ്കാമുൽ ജനായിസ് എന്ന ശൈഖ് അൽബാനി റഹിമഹുല്ലാഹു തആലയുടെ ഈ കിതാബ്. അങ്ങനെ പറഞ്ഞു വന്ന് അയാൾ മയ്യിത്തായി, അതിനുശേഷം ചെയ്യാൻ നിർബന്ധമുള്ളതും ചെയ്യൽ ഹറാമായതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആരോ വിചാരിക്കണം നമ്മളെ അങ്ങനെ പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. ഇന്നലെ വരെ പേഴ്സിന്റെ സോപ്പും കൊണ്ടുപോയി 1 മണിക്കൂർ ബാത്റൂമിൽ ചെലവഴിച്ച് തേച്ചൊരച്ച് കുളിച്ചവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് നമ്മൾ 3-4 പേരുടെ മുന്നിൽ ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കും. അവർ നമ്മളെ കുളിപ്പിക്കും. ഈ ക്ലാസ്സിൽ നിന്ന് എന്നെയും നിങ്ങൾ ആരെങ്കിലും കുളിപ്പിക്കും, നിങ്ങളെയും ആരെങ്കിലും കുളിപ്പിക്കും. അതോ അവസാനത്തെ കുളി, പിന്നെ ദുനിയാവില്ല, പിന്നെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കളിതമാശകളില്ല, സുഖങ്ങളില്ല, രസങ്ങളില്ല, എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫസ്റ്റായിട്ട് പ്ലെയിൻ കയറാൻ ഒക്കെ നല്ലവരാണെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ്. പറഞ്ഞു, അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളിലുള്ള ഒരു വിഭാഗത്തിന് നിർബന്ധമാണ് വളരെ പെട്ടെന്ന് അയാളെ കുളിപ്പിക്കാൻ, താമസിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പെട്ടെന്നാവണം എന്ന് പറഞ്ഞത്? 3-ാമത്തെ പാഠത്തിൽ നമ്മൾ അതിന്റെ ഹദീസ് മുമ്പ് വിവരിച്ചിട്ടുണ്ട്. വിവരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കണം. കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, കബറടക്കുക, കുറെ കാലത്തേക്ക് ഇവിടെ പിന്നെ വെച്ച് വെക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. കാരണം നല്ല മയ്യത്താണെങ്കിൽ പിന്നെയും ദുനിയാവിൽ വെച്ചിരിക്കുന്നത് അവർക്ക് പ്രയാസമാവും. കാരണം അവര് പറയുന്നുണ്ട്, കദ്ദിമൂനി, പെട്ടെന്ന് കൊണ്ടോ, കാരണം എന്ത് കാത്തിരിക്കുന്നുണ്ട്? എന്റെ പ്രവാചകൻ എനിക്ക് വാദ ചെയ്തിട്ടുള്ള സ്വർഗം എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആവശ്യം ആവശ്യം ഒത്തുകൊടുത്ത് കേൾക്കില്ല. പക്ഷെ മയ്യത്തെ പറയുന്നുണ്ട്, വേഗമുണ്ടോ, ഇനിയാണ് എന്റെ ജീവിതത്തിന്റെ സുഖം ശരിക്കും തുടങ്ങാൻ പോകും. അതേസമയം മറ്റുള്ളവർ പറയും, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്, പേടിച്ചിട്ട്. കാരണം കാണാനിരിക്കുന്നത് അപകടകരമായ അവസ്ഥയായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കാൻ. അവിടെ വളരെ പെട്ടെന്ന് കുളിപ്പിക്കാനെടുക്കണം. അങ്ങനെയല്ല പറയാ, ആരെ കുളിപ്പിക്കാനെടുക്കണം എന്നാ പറയാ? സാഹുവിനെ കുളിപ്പിക്കാനെടുക്കുന്ന ആരും പറയില്ല. മയ്യത്തിനെ പെട്ടെന്ന് കുളിപ്പിക്കാനെടുക്കണം. എന്തുകൊണ്ടാണ് കുളിപ്പിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്? കുളിപ്പിക്കണമെന്ന് കൽപ്പിച്ചത് കൊണ്ടാണ്. ഒരു ഹദീസിലല്ല, അങ്ങനെ പല ഹദീസിലും അങ്ങനെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു, ഒരു സഹാബി ഇഹ്റാം കെട്ടി ഒട്ടകപ്പുറത്ത് യാത്രയായി, അങ്ങനെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴോട്ട് വീഴുന്ന വീഴ്ചയിൽ എന്ത് ചെയ്തു? അദ്ദേഹം മരണപ്പെട്ടു. ആ സംഭവം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ, നിങ്ങൾ വെള്ളവും താളിയും ഉപയോഗിച്ച് ആ മയ്യത്തിനെ കുളിപ്പിക്കൂ. അപ്പൊ കുളിപ്പിക്കൂ എന്ന് പറഞ്ഞത് അമ്പറാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് മയ്യത്തിന് എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. പക്ഷെ ആരെ കുളിപ്പിക്കൂല? ഷഹീദിനെ കുളിപ്പിക്കൂല. കാരണം അവർക്ക് എന്ത് ചെയ്യണം? ആ ഒഴുകുന്ന രക്തത്തോടെ വരുന്ന രക്തം ഉണങ്ങുകയൊന്നുമില്ല. അവരുടെ രക്തം ഇന്നും ശുഹദാക്കൾ അങ്ങനെ ഉണ്ടാവും. അവർ നാളെ മഹ്ശറിൽ വരിക ആ മുറിവേറ്റ ഭാഗത്ത് നിന്ന് രക്തം ഒലിച്ചുകൊണ്ടാണ്. എന്തായിരിക്കും അവർ വന്നിട്ട് അള്ളാഹുവോട് പറയാ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോ, എന്റെ ദീനിന് വേണ്ടി എന്നാ പിന്നെ നീ പോയാൽ കഴിഞ്ഞു, വേറൊന്നും അവർക്കില്ല. അതാണ് ശുഹദാക്കൾ. നമ്മുടെ ഷഹാദത്ത് ആഗ്രഹിക്കണമെന്നും ഖാലിസായി ആഗ്രഹിക്കാൻ പറഞ്ഞു, നിഷ്കളങ്കമായി ആഗ്രഹിക്കാൻ പറഞ്ഞു.
അതേപോലെ രണ്ടാമത്തെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹാ വഫാത്തായ സന്ദർഭത്തിലും കുളിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. കുളിപ്പിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് പറഞ്ഞു, മൂന്ന് പ്രാവശ്യം നിങ്ങൾ കുളിപ്പിക്കും. മൂന്ന് പ്രാവശ്യം മീൻസ് 3 കോരൽ വെള്ളം കൊണ്ട് കുളിപ്പിച്ചോളി. ഔ ഖംസൻ ഔ സബഅൻ, അല്ലെങ്കിൽ 5 കോരൽ അല്ലെങ്കിൽ 7 കോരൽ, ഔ അക്സറ മിൻ ദാലിക്, അല്ലെങ്കിൽ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം കൊണ്ട് നിങ്ങൾ കുളിപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ പൂർണ്ണ ലോകം പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഹദീസുകളിലൊക്കെ എന്ത് വന്നു? നിങ്ങൾ കുളിപ്പിക്കൂ എന്നുള്ള കൽപ്പന വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഹദീസ് നിഷേധികളോ കുളിപ്പിക്കോ? ഖുർആനിൽ മയ്യത്തിനെ കുളിപ്പിക്കണമെന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കുളിപ്പിക്കുന്നു? അത് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റസൂൽ പറ്റൂലല്ലോ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ഇല്ലാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല? ദീനില്ല, ദീനിന്റെ നിയമങ്ങളില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ മയ്യത്തിനെ കുളിപ്പിക്കണം. വേറൊരു ഹദീസ് വയുറാഅ ഫീ ഗസ്ലിഹി അൽ-ഉമൂർ അത്താലിയ, താഴെ പറയുന്ന ചില കാര്യങ്ങൾ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുളിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഗസ്ലുഹു സലാസ, ചുരുങ്ങിയത് 3 കോരൽ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ 3 ബക്കറ്റ് വെള്ളം കൊണ്ട് വേണം മയ്യത്തിനെ കുളിപ്പിക്കാൻ. അധികവുമാവാം. ചിലപ്പോൾ നല്ല തടിയുള്ള മനുഷ്യനാണെങ്കിൽ 3 ബക്കറ്റ് വെള്ളം മതിയാവില്ല. ചിലപ്പോൾ നല്ല അഴുക്കിൽ രക്തമോ അല്ലെങ്കിൽ കാഷ്ടമോ മൂത്രമോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മതിയാവില്ല. എത്രയാണോ ആവശ്യം, കുളിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എത്ര വേണം, അത്രയും ആവാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഒറ്റയിൽ നിർത്തണം കുളിപ്പിക്കാൻ. 1 ബക്കറ്റ് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അങ്ങനെ പോകണം. ഒറ്റയിൽ നിർത്തണം. മൂന്നാമത്തെ കാര്യം കുളിപ്പിക്കാൻ എടുക്കുന്ന ആ വെള്ളങ്ങളിൽ ചിലതിൽ താളി ചേർക്കണം. താളി മീൻസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് താളി മനസ്സിലാവില്ല. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് താളി അരച്ചിട്ടില്ല, തലയിൽ വെച്ച് കുളിച്ചിട്ട് പോയത്. ഇപ്പൊ അതില്ല. താളി അല്ലെങ്കിൽ ശരീരം വൃത്തിയാവാൻ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എന്താണെങ്കിലും സോപ്പോ ഷാമ്പുവോ അങ്ങനെ എന്താണെങ്കിലും ഇട്ട് കുളിപ്പിക്കുക. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം, നിങ്ങൾ ആരെങ്കിലും മയ്യത്തിനെ കുളിപ്പിച്ച ആൾക്കാരുണ്ടോ? പഠിച്ചു നോക്കണപ്പോ. നാലാമത്തത് അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കലർത്തണം. കർപ്പൂരമാണ് ഏറ്റവും നല്ലത്. കർപ്പൂരം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതല്ലേ, അതൊക്കെ ഏറ്റവും നല്ലത്. ചില ആൾക്കാർ പറയും ഇനിയിപ്പോ മയ്യത്തിന് മണ്ണത്തും തോക്കാറില്ല, മതി അതല്ല. കാരണം പോവാണ്, യാത്രയിലാണ്, ഏറ്റവും നല്ലത് മണമുള്ളത് ചേർത്തിട്ട് വേണം അവസാനത്തെ വെള്ളം ഒഴിക്കാൻ. അഞ്ചാമത്തത് മുടിക്കെട്ടുകൾ ഊരണം. പെണ്ണുങ്ങളാകുമ്പോൾ മുടി കെട്ടി വെച്ചിട്ടുണ്ടാവും, അത് ഊരണം. നല്ല വൃത്തിക്ക് എന്ത് ചെയ്യണം? ആ തലമുടി കഴുകണം. ആറാമത്തെ കാര്യം എന്നിട്ട് ആ മുടിക്കെട്ട് ഊരി അത് കഴുകി ചീകി വൃത്തിയാക്കണം. ഏഴാമത്തത് പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ മുടി 3 മൊടയലുകളിലായിട്ട് കെട്ടിവെക്കണം. 1, 2, 3 2 സൈഡിലും നടുവിലായിട്ട് മുടി 3 ഭാഗമാക്കിയിട്ട് മുടയണം. മനസ്സിലായി? എന്നിട്ടോ പൊക്കി കെട്ടി വെക്കരുത്, താഴോട്ടങ്ങ് ഇട്ടേക്കണം. ഇതാണ് പെണ്ണുങ്ങളുടെ മുടി കഴുകി കെട്ടുന്നതിന്റെ രൂപം. 3 കെട്ടുകളാക്കിയിട്ട് വെക്കണം. ഹദീസിന്റെ വരുന്നത്. എട്ടാമത്തെ കാര്യം മയ്യത്തിന്റെ വലതുഭാഗം കൊണ്ട് കഴുകൽ തുടങ്ങണം. ആദ്യം വുദൂ ചെയ്യുന്ന അവയവങ്ങൾ കഴുകണം, എന്നിട്ട് ഫുള്ളായിട്ട് കുളിപ്പിച്ചോളൂ. ഈ കാര്യങ്ങൾ 9 കാര്യം. 9ാമത്തെ കാര്യം ആണുങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഉത്തരവാദിത്വം ആണുങ്ങൾ ഏറ്റെടുക്കുക. പെണ്ണിന്റെ മയ്യത്തിന്റെ കുളിയുടെ ഉത്തരവാദിത്വം പെണ്ണുങ്ങൾ ഏറ്റെടുക്കുക. ചില ആളുകൾക്ക് എന്തുണ്ട്?
റുഖ്സകളുണ്ട്. ചില പെണ്ണുങ്ങളെ ചില ആണുങ്ങൾക്ക് കുളിപ്പിക്കാം, ചില ആണുങ്ങളെ ചില പെണ്ണുങ്ങൾക്ക് കുളിപ്പിക്കാം. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് ചർച്ച വരും. ഈ 9 കാര്യം കുളിപ്പിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കണം. ഒന്ന്, 3 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് വെള്ളമൊഴിക്കണം. ആവശ്യമെങ്കിൽ അതിലധികമാവാം. 2, എത്ര ഒഴിച്ചാലും ഒറ്റയിൽ നിർത്തണം. 3, ഒഴിക്കുന്ന സമയം ആ വെള്ളത്തിനോടൊപ്പം താളിയോ ഷാമ്പുവോ സോപ്പോ എന്താന്ന് വെച്ചാൽ വൃത്തിയാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് വേണം കുളിപ്പിക്കാൻ. 4, ഏറ്റവും അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും അത്തറോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കർപ്പൂരം അത് ചേർത്തിട്ട് വേണം ഒഴിക്കാൻ. 5, മുടിക്കെട്ടുകൾ, നല്ല മുടിയുള്ള മനുഷ്യന്മാരാണെങ്കിൽ ആ കെട്ടുകളൊക്കെ ഊരി അത് ശരിക്കും കഴുകി വൃത്തിയാക്കി. 6, അതിനെ ചീകി ഒതുക്കി വെക്കണം. 7, പെണ്ണുങ്ങളുടെ മുടി 3 കെട്ടുകളാക്കി മടഞ്ഞു കെട്ടണം. എന്നിട്ട് ഇതിനെ താഴോട്ട് താഴ്ത്തിയിടണം, കെട്ടിപ്പൊക്കി വെക്കാൻ പാടില്ല. 8, വലതുഭാഗത്ത് നിന്നും കഴുകാൻ തുടങ്ങണം. ആദ്യം വുദൂഇന്റെ അവയവങ്ങൾ കഴുകണം, എന്നിട്ട് ബാക്കി ശരീരം പൂർത്തിയാക്കണം. 9, പെണ്ണിന്റെ കൂടി പെണ്ണേറ്റെടുക്കണം. ആണിനെ കുളിപ്പിക്കുന്നത് ആണുങ്ങളും ഏറ്റെടുക്കണം. വദ്ദലീലു അലാ ഹാദിഹിൽ ഉമൂർ, ഈ പറയപ്പെട്ട 9 കാര്യങ്ങളുടെയും തെളിവ് ഹദീസു ഉമ്മി അത്തിയ്യ റളിയല്ലാഹു അൻഹ. ഉമ്മ അത്തിയ്യ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവർ പറഞ്ഞു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാട്ടോ. ബുഖാരിയും മുസ്ലിമും അബൂ ദാവൂദ് നസായി തിർമിദി ഇബ്നു മാജ എല്ലാം റിപ്പോർട്ട് ചെയ്തു. دخل علينا النبي صلى الله عليه وسلم ونحن نغسل ابنته زينب. നമ്മൾ റസൂലുള്ളാഹിയുടെ മകൻ സൈനബിന്റെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു. അപ്പൊ മോളെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഹാജരാവാം. തെളിവായി ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്സിൽനഹാ സലാസ, നിങ്ങൾ 3 പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യണം? എന്റെ മോളെ കുളിപ്പിക്കണം. ഔ ഖംസ, അല്ലെങ്കിൽ 5 കോലൽ, ഔ സബഅൻ, അല്ലെങ്കിൽ എന്തും വന്നിട്ടുണ്ട് 7 കോലൽ കൊണ്ട് എന്റെ മോളെ കുളിപ്പിക്കണം. ഔ അക്സറ മിൻ ദാലിക്, അല്ലെങ്കിൽ ആവശ്യം വന്നാൽ അതിനേക്കാളും അധികം വെള്ളമെടുത്തോളി. ഇൻ റഅയ്തുന്ന ദാലിക്, കുളിപ്പിക്കുന്ന പെണ്ണുങ്ങളോട് പറയാം, നിങ്ങൾക്കത് ആവശ്യമെന്ന് തോന്നിയാൽ. എത്ര അധികം എടുത്താലും പ്രശ്നമാണ്. എന്നിട്ടോ ബിമാഇൻ വസിബിൻ, വെള്ളം കൊണ്ടും താളി കൊണ്ടും വേണം നിങ്ങൾ മോളെ കുളിപ്പിക്കാൻ. ഖാലത് ഉമ്മു അത്തിയ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മിത്രൻ, ഒറ്റയാക്കണോ? വെള്ളം ഒഴിക്കുമ്പോ ഒറ്റയാക്കി നിർത്തണോ? ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു, ഒറ്റയാക്കിയിട്ട് വേണം കുളി അവസാനിപ്പിക്കാൻ. വജഅൽന ഫിൽ ആഖിറതി കാഫൂറ, അവസാനത്തെ കഴികളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർപ്പൂരം കൂടി ഉപയോഗിക്കണം. ഔ ശൈഅൻ മിൻ കാഫൂർ, അല്ലെങ്കിൽ കുറച്ച് കർപ്പൂരത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് വേണം എന്റെ മോളെ കുളി പൂർത്തിയാക്കാൻ. ഫഇദാ ഫറഗ്തുന്ന, നിങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞ് വിരമിച്ചു കഴിഞ്ഞാൽ ഫആദിന്നനി, നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം. അങ്ങനെ നമ്മൾ കുളിപ്പിച്ചു. ഫലമ്മ ഫറഗ്നാ ആദന്നാഹു, സൈദിനെ കുളിപ്പിച്ച് കൊണ്ട് കിടത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം അറിയിച്ചു. ഫഅൽഖാ ഇലൈനാ ഹഖ്വഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പുതപ്പ് നമ്മുടെ കൈമിൽ തന്നു. സൈനബക്ക് വലിയ ഭാഗ്യമുള്ള മോളാണ് കേട്ടോ. പുതപ്പ് നമ്മുടെ കൈമിൽ തന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അശ്ഇബ്നഹാ ഇയ്യ, ഈ പുതപ്പ് നിങ്ങൾ എന്റെ മോളുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന തരത്തിൽ പൊതിഞ്ഞോളൂ. അതായത് ആദ്യം വെക്കുന്ന തുണി എന്താവണം? ഞാൻ തന്ന ഈ തുണിയാവണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കൈമിൽ തന്നു. ആ തുണിയോട് കൂടിയാണ് ആര് പോയത്? റസൂലുള്ളാഹിന്റെ മോള് സൈനബ് പോയത്. അതിന്റെ ബർക്കത്ത് എന്തായാലും ഉണ്ടാവും, അതുകൊണ്ടാണ് കൊടുത്തത്. കാരണം ആരുടെ തുണിയാണ്? പുണ്യകോയത്തങ്ങളല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قالت ام عتيه رضي الله عنها പറയുന്നു, ومشطناها ثلاثه قرون, നമ്മൾ എന്ത് ചെയ്തു? സൈനബിനെ മുടി 3 കെട്ടുകളായി ചീകി കൊടുത്തു. وفي روايه, വേറെ റിവായത്തിലുണ്ട്, نقضنه ثم غسلنه, കെട്ടുകളൊക്കെ ഊരി എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കഴുകി. فضفرنا شعرها ثلاثه اثلاث, 3 പിടുത്ത മുടിയാക്കി. എന്നിട്ട് فقرينها وناصيتها, നടുക്കുന്ന ഒരു മുടയില്, പിന്നെ 2 സൈഡിലും 2 മുടയില്, എന്നിട്ട് നമ്മൾ താഴോട്ട് താഴ്ത്തി. والقيناها خلفها. قالت ام عتيه പറയുന്നു, وقال لنا റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഇൽ വുദൂഇ മിൻഹാ,
എന്റെ മോളെ വലതുഭാഗത്ത് നിന്ന് വേണം കുളിപ്പിച്ച് തുടങ്ങാൻ. അതേപോലെ വുദൂഇന്റെ അവയവങ്ങളാവണം ആദ്യം കഴുകേണ്ടത്. ഇതാണ് നേരത്തെ പറഞ്ഞ 9 കാര്യങ്ങൾക്കുള്ള തെളിവ്. ഈ ഹദീസിൽ തന്നെ കൃത്യമായി വന്നിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ച പെണ്ണുങ്ങളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുതിർന്ന പള്ളി തന്നെയാണ് വരും എന്ന് വരും കുടിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ മുതിയാണ്ട് ഉള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഹദീസിലുള്ള ചെയ്താൽ മതി, പിന്നെ വേറൊന്നും ചെയ്യണ്ട. ഉള്ളൊക്കെ നാട്ടിലുള്ള രീതിയല്ലേ, ഹദീസിൽ വരും അങ്ങനെ ചെയ്യാം. കുടിയോടുകൂടി വിവിധ ഇനങ്ങൾ തുടങ്ങണം. മിൻ മയാമിനിഹ, വലതുഭാഗത്തുനിന്ന്. അത് അവരാ തീവനുസരിച്ച് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. സുബായി വന്നു, പോപ്പ് തന്നു, നമ്മൾ അങ്ങനെ ആക്കി. കാരണം എന്താ വെച്ചാല് മുടിയുടെ തുടക്കത്തിലേ കഴിയിട്ടുണ്ടോ, മുടിയുടെ ഫസ്റ്റ് കഴുകുമല്ലോ, ലാസ്റ്റിലേക്ക് മാറ്റുള്ളൂ. ഇനി 10ാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയ്യു ഗുസ്സല, കുളിപ്പിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അയ്യു ഗുസ്സല ബിഖിർഖത്തിൻ, ഒരു തുണിക്കഷ്ണം കൊണ്ട് വേണം തേക്കാൻ മയ്യത്തിന്റെ ശരീരം. ഔ നഹ്വിഹ, അല്ലെങ്കിൽ ആ തുണി പോലത്തെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും. തഹ്ത സാതിരിൻ ലിജിസ്മി, ആ മയ്യത്തിന്റെ ശരീരം അങ്ങനെ തന്നെ നഗ്നമാക്കിയിട്ട് കഴുകാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരു മറ, ഒരു തുണി ഇടണം. ആ തുണിയുടെ ഉള്ളിൽ കൂടി കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം ആ തുണി കഷ്ണം കൊണ്ട് തേച്ച് കഴുകാൻ. മയ്യത്തിന്റെ ഏത് വസ്ത്രത്തിലാണോ ഉണ്ടായത് അതെല്ലാം പൂർണ്ണമായും ഊരി മാറ്റിയതിന് ശേഷം ഇട്ട വസ്ത്രം മൊത്തം ഊരണം. ആരാ ഇട്ടത്? ഞാൻ. ഉച്ചക്കൂലിയത് നിങ്ങൾ. ഇത്രയുള്ളൂ മനുഷ്യന്റെ. ഞാൻ ഇട്ട കൊടുക്കുമല്ലേ കന്തൂറന്റെ, അത് ഊരുന്ന ചിലപ്പോ എന്റെ മോനോ, എന്റെ മോളോ, എന്റെ മരുമോനോ, എന്റെ ഉപ്പയോ, ജ്യേഷ്ഠന്മാരോ, അനിയന്മാരോ, എനിക്ക് ഊരാനും കഴിയില്ല. അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മരിക്കുമ്പോഴേക്ക് നമ്മൾ വലിയായിട്ടുണ്ടാകും. ഓരോ ചുവട്ടടിയിലും മൗത്ത് ഫാറൂഖ് പറഞ്ഞ വാക്കുകൾ സത്യമാണ്. ഏറ്റവും നല്ല ഉപദേശകനായ ആ ഓർമ്മ, അത് മതി മനുഷ്യന്മാരെ നന്നായിരിക്കും. ഫുള്ളൂരുക, അതിന്റെ തുണി പുതപ്പിക്കുക, അതിനുള്ളിലൂടെ കിടക്കും. കാരണം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ചെയ്തു വന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും നിന്നും അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. ലമ്മ അറാദു, കാരണം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ലമ്മ അറാദു ഗസ്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചപ്പോൾ ഖാലു, സഹാബത്ത് പരസ്പരം പറയാൻ തുടങ്ങി, വല്ലാഹി മാ നദ്രി, അല്ലാഹുവാണ് സത്യം, നമുക്കറിയില്ലല്ലോ, അൻ യുജദ്ദിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തിയാബിഹി കമാ യുജദ്ദിദു മൗതാന, നമ്മൾ സാധാരണ മരിച്ച ആളുകളുടെ വസ്ത്രം ഉരിയുന്ന പോലെ റസൂലുള്ളാഹിയുടെ വസ്ത്രവും ഊരണോ, എന്താ ചെയ്യേണ്ടതെന്നൊരു വൃദ്ധ സഹാബത്ത് കൂട്ടുന്നില്ല. അംദസ്നുഹു അലൈഹി തിയാബുഹു, അതല്ല ആ വസ്ത്രം അങ്ങനെ തന്നെ ഇടിപ്പിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, കുളിപ്പിക്കണമോ എന്നവർ തമ്മിൽ ചർച്ചയായി. ഫലമഖ്തലഫു, അങ്ങനെ അവർക്ക് അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അൽഖല്ലാഹു അലൈഹിം അന്നൗമ, അല്ലാഹു അവനെ ഉറക്കിക്കളഞ്ഞു. റസൂലുള്ളാഹി വഫാത്തായ സമയത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിലെ മുറ്റത്ത് നടക്കുന്ന സംഗതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച, എല്ലാവരും ഉറക്കിലേക്ക് വിടും. എങ്ങനെ ഉറങ്ങിയെന്നറിയോ? ഹത്താ മാ മിൻഹും റജുലുൻ ഇല്ലാ വദഖ്നുഹു ഫീ സദ്രിഹി. എങ്ങനെ ഉറങ്ങിയതവര്? ഇങ്ങനെ താടിയുണ്ട്, ഇതിങ്ങനെ നെഞ്ചിന് മുട്ടിച്ചുകൊണ്ട് എല്ലാവരും ഉറക്കിലേക്ക് അങ്ങ് വീണുപോയി. അള്ളാഹു ഉറക്കി. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ഉറക്കിയ പോലെ. ബദർ യുദ്ധത്തിന്റെ അന്ന് രാത്രി തൂമി ഉറക്കം അള്ളാഹു അവർക്ക് കൊടുത്തു. കാരണം ക്ഷീണിതനാണ്. പക്ഷെ ആ ചെറിയ ഉറക്കിൽ അവർക്ക് കിട്ടിയ ഉന്മേഷം ഭയങ്കര ഉന്മേഷമാണ്. അതേപോലെ അള്ളാഹു അവരെ ഉറക്കി. ثم كلمهم مكلم من ناحية البيت, വീടിന്റെ ഒരു മൂലയിൽ നിന്നും ഒരാൾ സംസാരിക്കുന്നത് അവർ കേൾക്കുക. അവർ ഉറക്കത്തിലാണുള്ളത്, പക്ഷെ അവർ ശബ്ദം കേൾക്കുന്നു. ലാ യദറൂന മൻഹു, ആരാ സംസാരിക്കുന്നത് എന്നവർക്ക് അറിയൂല.
എന്താ പറയുന്നത്? അനിദ്സുലുൻ നബിയ വഅലൈഹി തിയാബു, റസൂലുള്ളാഹിന്റെ വസ്ത്രം ഊതരുത്, ആ ഇട്ട വസ്ത്രത്തോടെ നിങ്ങൾ കുളിപ്പിക്കുക. ഫഖാമു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കുന്ന പെട്ടെന്ന് എണീച്ചു, എല്ലാവരും പോയി വഗസലുഹു, ആ പറഞ്ഞ പോലെ വസ്ത്രം മുറിയാതെ തന്നെ കുളിപ്പിക്കുകയും ചെയ്തു. വഅലൈഹി ഖമീസ്, റസൂലുള്ളാഹിന്റെ മോള് ആ ധരിച്ച കന്തൂറ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യസുബ്ബൂനൽ മാഅ, അവർ വെള്ളമൊഴിക്കുന്നു, ഫൗഖൽ ഖമീസ്, കുപ്പായത്തിന്റെ മുകളിൽ. വയദ്ലുകൂനഹു ബിൽ ഖമീസ്, കുപ്പായത്തോട് കൂടി തന്നെ എന്ത് ചെയ്തു? അവരെ തേച്ച് കുളിപ്പിക്കുകയും ചെയ്തു, ഊരിയിട്ടില്ല. ദൂന ഐദിഹിം, അവരുടെ കൈവച്ച് അവരെ ചെയ്തിട്ടില്ല. കാരണം ആ ശരീരത്തിൽ വെക്കാൻ മാത്രമുള്ള ബർക്കത്ത് അവിടെ ഒരു കൈക്കും ഇല്ല. നമ്മൾ മനസ്സിലായോ? അവിടെ ആയിഷ ബീവി എന്ത് ചെയ്തത്? ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിയിട്ട് ആരുടെ കയ്യിൽ ഊതി കൊടുത്തു? റസൂലുള്ളാഹിന്റെ കയ്യിൽ ഊതി കൊടുത്തിട്ട് ആ കൈ തന്നെ തടവി കൊടുത്തു. പറഞ്ഞെന്തറിയോ? എന്റെ കൈയല്ലല്ലോ ആ കൈയിനേക്കാളും തടവാൻ പറ്റിയ കൈ. അതുകൊണ്ട് അങ്ങനെ. അതേപോലെ സഹാബാക്ക് കുളിപ്പിക്കുമ്പോഴും അവരുടെ കൈയല്ല, കന്തൂറന്റെ മോളിൽ കൈ വെച്ചിട്ട് എന്ത് ചെയ്തു? ശരീരത്തിൽ കൈവെക്കാതെ തേച്ചു കുളിപ്പിച്ചു. وكانت عائشة تقول, عائشة رضي الله تعالى عنها പറയാറുണ്ടായിരുന്നു, استقبلت من أمري ما استدبرت ما غسله إلا نساؤه. ഈ വിഷയത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുമായിരുന്നു. അതിന് നമ്മൾ പിന്നോട്ട് മാറുമായിരുന്നില്ല എന്ന അബദ്ധം കിട്ടി. ഭർത്താവിന്റെ മയ്യിത്ത് കുളിപ്പിക്കൽ ഭാര്യമാർക്ക് ചെയ്യാമെന്ന് കിട്ടി. അപ്പൊ ഇതാണ് പിന്നെ കുളിപ്പിക്കുന്ന ആളുകൾ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10ാമത്തെ കാര്യം. ഹാദി അശർ, 11ാമത്തെ കാര്യം, വയുസ്തസ്നാ മിമ്മാ ദുക്കിറ, ഈ പറയപ്പെട്ടതിൽ നിന്നും ഒഴിവാക്കപ്പെടും ഫിൽ മുഹ്രിം, ഇഹ്റാമിന്റെ അവസ്ഥയിൽ മരിച്ച മയ്യിത്ത്. എന്താ കാര്യം? നേരത്തെ പറഞ്ഞല്ലോ കുളിപ്പിക്കുന്ന ആൾ എന്തൊക്കെ ചെയ്യണമെന്ന്. അതിൽ നിന്ന് ഒരു ഇസ്തിസ്നാ ഉണ്ട്. ഒരാളെ ഒരു വിഷയത്തിൽ ഒഴിവാക്കണം. ആരെ? ഇഹ്റാം കെട്ടിയ ആളെ. ഫഇന്നഹു ലാ യജൂസു തതയ്യിബുഹു, അല്ലെങ്കിൽ തത്യീബുഹു, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല. പൊതുവെ എല്ലാ മയ്യിത്തിലും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? സുഗന്ധം കലർത്തിയ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ മുഹ്രിമിന് പറ്റൂല. കാരണം ഇഹ്റാമിന്റെ അവസ്ഥയിൽ സുഗന്ധം ഹറാമാണ്. അതുകൊണ്ട് ഇഹ്റാമിന്റെ അവസ്ഥയിൽ മരിച്ച ആട് അങ്ങനെ തന്നെയാ വട്ടൊരു വരിക, അപ്പോഴും സുഗന്ധത്തോടു കൂടി വരാൻ പറ്റൂല. അതുകൊണ്ട് സുഗന്ധം അവർക്ക് ഉപയോഗിക്കാൻ അനുവദനീയം അല്ല. കാരണം ഇതിനു മുമ്പ് ഹദീസ് വന്നിട്ടുണ്ട്, ലാ തുഹന്നിഖൂഹു, നിങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്ത്? സുഗന്ധം ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ലാ തുതയ്യിബൂഹു ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, കാരണം ഇഹ്റാമിന്റെ അവസ്ഥയിൽ മരിക്കുന്ന ആള് ഖിയാമത്ത് നാളിൽ തൽബിയത്തും പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. എന്താ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക. അതായത് തൗഹീദിന്റെ പ്രഖ്യാപന മുദ്രാവാക്യം. അതും പറഞ്ഞുകൊണ്ട് മഷറിലേക്ക് വരുന്നവന്റെ അവസ്ഥ ആലോചിച്ചു. അത് പറഞ്ഞുകൊണ്ട് അയാൾ വരിക. പിന്നെ അയാളൊന്ന് ചോദിക്കാനുണ്ട്, അയാൾക്ക് എന്ത് ഹിസാബാണ്? ഇഹ്റാമിന്റെ അവസ്ഥയിൽ എത്രയോ ആൾക്കാർക്ക് ഈ ഭാഗ്യം കിട്ടുന്നത്. നമുക്ക് അവിടെ മയ്യത്തുകളെ കൂട്ടിക്കിടക്കുന്നതിനിടയിൽ കാണാം ചില മയ്യത്തുകളുടെ മുഖം മറച്ചിട്ടുണ്ടാവില്ല. കാരണം പെണ്ണുങ്ങൾക്ക് ഇഹ്റാമിന്റെ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റൂല? മുഖം മറക്കലില്ല. ആണുങ്ങൾക്ക് തലയും മുഖം ഒന്നും മറക്കാൻ പറ്റൂല. നമുക്ക് തലയിൽ പുറത്തിട്ടിട്ടാണ് ആണുങ്ങളെ മയ്യത്ത് ഉണ്ടാവില്ല. അതന്നെ പോകും. പിടിച്ചു വരുമ്പോ എന്ത് പറയുന്നുണ്ടോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഇതിന്റെ ഭാഗ്യം. ثاني عشر, 12ാമത്തെ കാര്യം, ويستثنى أيضا مما ورد في 9 الزوجات. കുളിപ്പിക്കാൻ 9ാമത്തെ കാര്യം പറഞ്ഞല്ലോ, പെണ്ണുങ്ങളെ പെണ്ണുങ്ങളും ആണുങ്ങളെ ആണുങ്ങളും പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും الزوجات, ഭാര്യയും ഭർത്താവും. فإنه يجوز لكل منهما أن يتولى غسل الآخر. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കൽ ഏറ്റെടുക്കാം. ഭർത്താവിന്റെ ഭാര്യയ്ക്കും ആവാം, ഭാര്യയ്ക്ക് ഭർത്താവിനും ആവാം. കാരണം എന്താ? ഇല്ലാ ദലീല യുംനഉ മിൻഹു, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള തെളിവ് ഇല്ല. എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള അനുവദനീയമാണ് നാളും. എന്തുകൊണ്ടാ? നേരത്തെ ആയിഷ ബീവി എന്ത് പറഞ്ഞിട്ടുണ്ട്? അതായത് ഇന്നവരെ കുളിപ്പിച്ചൂടാ എന്ന നഹി വന്നിട്ടില്ല. അത് വരാത്തത് കൊണ്ട് തന്നെ അസ്ലൻ കുളിപ്പിക്കൽ എന്താണ്? അനുവദനീയമാണ്. മാത്രമല്ല
പ്രത്യേകിച്ചും ആയിഷ റളിയല്ലാഹു തആല അൻഹ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞു ലൗ കുന്തു ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു മാ വസല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു നിസാഇഹി. നമുക്ക് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ ഭാര്യമാരെ തന്നെ കുളിപ്പിക്കുമായിരുന്നു, നമ്മൾ എന്തെയില്ല പിന്നോട്ട് പോകില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് പ്രത്യേകിച്ചും ഇതിന് തെളിവാണ്. ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന്റെ ഭാര്യനെയും കുളിപ്പിക്കാൻ പറ്റും. قال البيهقي إمام البيهقي رحمه الله പറഞ്ഞു فتلهفت على ذلك. ആയിഷ റളിയല്ലാഹു അൻഹ അതിലൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. لا يتلهف إلا على ما يجوز. അനുവദിക്കപ്പെട്ട കാര്യത്തിലല്ലാതെ റസൂലുള്ളാഹിന്റെ ഭാര്യ എന്തില്ല ഒരാഗ്രഹം പറയൂല. അത് അനുവദിക്കപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഖുൽതു ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് പറയാണ് എന്റെ അഭിപ്രായത്തിൽ വൽജവാസു ഹുവ ഖൗലുൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഭർത്താവിനെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് കൊണ്ട് ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വേറൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു റജഅ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനവും സ്നേഹവും ഒക്കെ ഈ ഹദീസിൽ മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്തേക്ക് മടങ്ങി വന്നു മിൻ ജനാസ ഫിൽ ബഖീ. ബഖീയിൽ ഒരു മയ്യത്ത് പരിപാലനം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് റൂമിലേക്ക് വന്നു. وأنا أجد صداعا في رأسي. എനിക്കത് നല്ല തലവേദനയുണ്ട്. وأقول ورأسا ഞാൻ തലയെ പിടിച്ചിട്ട് എന്റെ തലയേന്ന് പറയുന്നുണ്ട്. അപ്പോഴാ കയറി വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فقال ഞാനിത് പറയുന്ന കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൽ അന വറഅസാ. ആയിഷ പക്ഷേ എനിക്കാണ് തലവേദന. അത് റസൂലുള്ളാഹിന്റെ അവസാനത്തെ സമയത്താണ്. ഓ എനിക്ക് നിന്നെക്കാളും വലിയ തലവേദനയുണ്ടെന്ന് റസൂലുള്ളാഹിയും അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് പറയാണ് നിനക്കെന്താ ബുദ്ധിമുട്ട്? ആയിഷയോട് പറയാണ് നിനക്കെന്ത് പ്രയാസമാണ്? നീ മരിക്കുകയാണെങ്കിൽ എനിക്ക് മുമ്പ് നീ വലിയ ഭാഗ്യവതിയാണ്. ഞാൻ തന്നെ നിന്നെ കുളിപ്പിക്കും. ഞാൻ തന്നെ നിന്നെ കഫം പൊതിയും. ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കും. ഞാൻ നിന്നെ കബറടക്കുമല്ലോ ആയിഷ. പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ആ സമയത്ത് ആയിഷ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടാവും? റസൂലുള്ളാഹി മുമ്പ് മരിച്ചെങ്കിൽ ഇതെല്ലാം ആരും ചെയ്യും. കുളിപ്പിക്കലും കഫം പൊതിയലും നിസ്കരിക്കലും കബറടക്കലെല്ലാം ഞാൻ ചെയ്യുന്ന പറയുന്നു. പിന്നെ ആ മയ്യത്ത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവാ പറയാനുണ്ടല്ലോ. പക്ഷെ അവിടെ പറഞ്ഞെന്താ വെച്ചാല് ഞാൻ നിന്നെ കുളിപ്പിക്കുമായിരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ഭർത്താവിന്റെ ഭാര്യയെ കുളിപ്പിക്കൽ കൊണ്ട് പ്രശ്നമില്ല. ഇനി പതിമൂന്നാമത്തെ കാര്യം കുളിപ്പിക്കുന്നത്, മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കുളിപ്പിക്കുന്നതിന്റെ സുന്നത്തായ കാര്യങ്ങൾ എന്താണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവരാണോ ഉള്ളത് അവര് വേണം എന്ത് ചെയ്യാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എക്സ്പീരിയൻസ് അല്ല നോക്കണ്ടേ, പിന്നെയോ നോക്കണ്ട. കാരണം ലാസ്റ്റ് പോകുന്ന പോക്കണ്ടേ, ഒന്നും വിട്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ചും മയ്യത്തിന്റെ കുടുംബത്തിലോ ബന്ധുക്കളിലോ പെട്ട ആളാണെങ്കിൽ അത്രയും നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിന്റെ കുളിപ്പിക്കൽ ഏറ്റെടുത്തത് കാനു കമാ ദക്കർന മുമ്പ് പറഞ്ഞ പോലെ അതായിരുന്നു സ്വന്തം കുടുംബക്കാരായിരുന്നു, അടുത്ത ബന്ധുക്കളായിരുന്നു. ഫഖദ് ഖാല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വസൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാനാണ് കുളിപ്പിച്ചത്. കേട്ടോളേ, ഫജഅൽതു അൻദുർ, ഞാൻ റസൂലുള്ളാഹിയുടെ ശരീരം നോക്കുന്നുണ്ട്. ഒരു മയ്യത്തിൽ നിന്ന് പൊതുവെ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങൾ, കാഷ്ടം, മൂത്രം, ഇതെല്ലാം പുറത്തു വരും. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഫലം തങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരഴുക്കോ ഒരു മുറിയടോ ഒരു ചതവോ ഒരു കാഷ്ടമോ മൂത്രമോ വൃത്തികേടോ ഒന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പരിശുദ്ധ. കാണുക, നോക്കുക. ഫലം അറ, ഞാൻ കണ്ടില്ല. റആ യറ ആണ് ഫിഅൽ. യറന്റെ അലാമത്തെ കലിമാണ് അറ. ഫലം അറ ശൈഅൻ. ശരി, അതൊക്കെ കാണാൻ പറ്റിയ സഹാബാക്കൾ വലിയ ഭാഗ്യമാണ്. രസമായി കാണണം ഇൻഷാ അല്ലാഹ്. എവിടുന്ന്? ജന്നത്തുൽ ഫിർദൗസിലാണ് ഉണ്ടാവുക, വസീലയിലാണ് ഉണ്ടാവുക, ഫദീലയിലാണ് ഉണ്ടാവുക. അവിടെ ഇല്ലെങ്കിൽ മഹ്ശറിൽ കാണാം. ശഫാഅത്തിന് വേണ്ടി പറയുമ്പോൾ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് റസൂലുള്ളാഹി എനിക്ക് കാണണ്ട എന്ന് പറയുന്ന എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ച തീരിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയ വിദ്യാർത്ഥികൾ ദൂരത്തേക്ക് പോകും, എനിക്ക് നിങ്ങളെ കാണണമെന്ന് ഇതിനേക്കാളും വലിയ പാപങ്ങൾ പറ്റുന്നു പറയും. മനസ്സിലാക്കുന്നില്ല. ശരി, അപ്പൊ ഇതാണ് കുളിപ്പിക്കുന്ന ഒരാള് ശ്രദ്ധിക്കേണ്ടുന്ന 13ാമത്തെ കാര്യം. സുന്നത്തായ കാര്യങ്ങൾ ഏറ്റവും അധികം ആർക്കാണോ അറിയുന്നത് അവരായിരിക്കണം കുളിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. മാത്രമല്ല സ്വന്തം കുടുംബത്തിൽപ്പെട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പുതിയാപ്ലയാണ്, മുത്താപ്പന്റെ മോനാണ്, അവരാണ് ഇത് ഏറ്റെടുത്തത്. വേറെ റിവായത്തിലുണ്ട് അന്നഹു ഗസല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് കുളിപ്പിച്ചത് അൽ ഫദ്ൽ ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അല്ല, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വഉസാമ ഇബ്നു സയ്യിദ്. അല ഉസാമ ഇബ്നു സയ്യിദ് ഹിബ്ബി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സയ്യിദിന്റെ മകൻ ഉസാമ. ഭയങ്കര സ്നേഹമായിരുന്നു ഉസാമ. ജാഫറും അലിയും സയ്യിദും മദീനത്തെ പള്ളിയിൽ അടിയായി. അടി മീൻസ് നാവോണ്ടുള്ള അടി. ഒരാൾ പറയുന്നത് എന്നോടാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ ഇഷ്ടം, മറ്റൊരാൾ പറയുന്നത് എന്നോടാണ്, ഒരാൾ പറയുന്നത് എന്നോടാ. ഭയങ്കര ഒറ്റപ്പാടായി. ഉസാമ ഈ സയ്യിദിന്റെ മോൻ റളിയല്ലാഹു അൻഹു എവിടെയുണ്ട്? റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ഭയങ്കര സൗണ്ടാണല്ലോ ഉസാമ, പോയി നോക്കിയിട്ട് എന്താ സംഭവം എന്ന്. പോയി നോക്കുമ്പോ ഈ 3 ആള്, ഉപ്പയും പിന്നെ ജാഫറും അലിയും റളിയല്ലാഹു അൻഹു ഭയങ്കര തർക്കത്തിലാണ്. എന്നിട്ട് പറഞ്ഞു യാ റസൂലുള്ളാഹി ഇവരൊക്കെ തർക്കത്തിലാണ്, നിങ്ങളെ കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇതല്ല, ആയിക്കോട്ടെ വന്നോട്ടെ. വീട്ടിലേക്ക് കയറി ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? പറഞ്ഞ മറുപടി എന്താ? ഫാത്തിമയോട്, അതായത് റസൂലുള്ളാഹിന്റെ മോളോട്. അലിയോട് പറഞ്ഞു, ജാഫറിനോട് പറഞ്ഞു, ജാഫർ നീ എന്റെ കുടുംബത്തിന്റെ തൂണാണ്. ജാഫർ ബിൻ അബി ത്വാലിബിന്റെ പരമ്പരയിലാണ് ഈ പറഞ്ഞ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ ശിഖറവരെ. എന്നോട് രൂപത്തിലും സ്വഭാവത്തിലും ഏറ്റവും സാദൃശ്യമുള്ളതും നീയാണ്. ആദരവ് കൊടുത്തു. അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, അലി നീ എന്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പയാണ്, ഹസൻ ഹുസൈന്റെ ഉപ്പ, എന്റെ മോളെ ഭർത്താവാണ്, എന്റെ എന്റെ പുതിയാപ്പയാണ്, നീ എന്റെ കുടുംബമാണ്, ഞാൻ നിന്നിൽ നിന്നും നീ എന്നിൽ നിന്നുമാണ്. ആദരിച്ചു. സെയ്ദിനോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ്, ആണുങ്ങളുടെ കുടുംബം. ആ സെയ്ദിന്റെ മോനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ആ ഉസാമന്റെ സൈന്യത്തെയാണ് ആര് യുദ്ധത്തിന് വിട്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 18 വയസ്സാണ്. 18 വയസ്സുള്ള ഉസാമന്റെ സൈന്യത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആദ്യമായി യുദ്ധത്തിന് വിടുന്നത്. സഹാബാക്കളൊക്കെ എതിർത്തു. മുഹാജിരീങ്ങളിൽപ്പെട്ട പല പ്രമുഖരും ആ പട്ടാളത്തിലുണ്ട്. ഇപ്പൊ നേതൃസ്ഥാനത്ത് ഉസാമനെ ആക്കല്ല, ചെറിയ ചെക്കനാണ്, വീണ്ടുകാളെ ആക്കിയിട്ട് വിട്. ഉമർ അടക്കം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചൊരു സേനാധിപതി ഞാൻ എങ്ങനെ ഒഴിവാക്കുക? വയവിട്ടു പോയി. അതുപോലെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും അധികം ഗനീമത്തുമായി വന്നത് ഉസാമന്റെ ഈ സൈന്യം. സുദാക്ക് ശേഷം ഒബാത്തിന് ശേഷമുള്ള ആദ്യത്തെ യുദ്ധം. അടുത്തത് ولمن تولى غسله أجر عظيم بشرطين اثنين. 30ാമത്തെ പോയിന്റ്. മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്കുണ്ട് അജ്റുൻ അദീം, ഉന്നതമായ കൂലിയുണ്ട്. പക്ഷെ രണ്ട് നിബന്ധനകളോട് കൂടി. ആ 2 ഷർത്ത് പാലിച്ചുകൊണ്ട് കുളിപ്പിച്ചവർക്കേ കൂലിയുള്ളൂ. ഒന്നാമത്തെ നിബന്ധന മയ്യത്തിനെ മറച്ചു വെക്കണം.
എന്ന് പറഞ്ഞാൽ ലാ യുഹദ്ദിസു ബിമാ ഖദ് യറാ മിനൽ മക്റൂഹ്. മയ്യത്തിനെ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ആ മയ്യത്തിന്റെ ശരീരത്തിൽ അയാൾ ഇതുവരെ ഒളിപ്പിച്ചു വെച്ച എന്തെങ്കിലും ഒന്ന് ഇയാൾ കാണും. കുളിപ്പിക്കുന്ന ആൾ അത് ആളുകൾ കാണാതിരിക്കാൻ ജീവിച്ചിരിക്കുമ്പം അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ആരെയും അറിയിക്കാതെ അങ്ങനെ തന്നെ ഒളിപ്പിച്ചു വെക്കൽ ഷർത്താണ്. അത് പുറത്തു പറയാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസല മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ കുളിപ്പിച്ചു, ഫകതമ അലൈഹി, എന്തെങ്കിലും ന്യൂനത കണ്ടപ്പോൾ അത് മറച്ചു വെച്ചു, ഗഫറല്ലാഹു ലഹു 40 മറ, 40 പ്രാവശ്യം അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആർക്ക്? ഈ കുളിപ്പിച്ചാൽ. വേറെ റിവായത്തിൽ 40 മറത്തൻ എന്ന സ്ഥാനത്ത് 40 കബീറത്തൻ എന്ന് വന്നിട്ടുണ്ട്. അതായത് 40 വൻപാപങ്ങൾ അല്ലാഹു ആ കുളിപ്പിച്ചവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. വമൻ ഹഫറ ലഹു ഫഅജന്നഹു, ആരാണോ ആ മയ്യത്തിന് വേണ്ടി കുഴി കുഴിക്കുന്നതും ആ കുഴിയിൽ മയ്യത്തിനെ വെക്കുന്നതും, ഉജ്രിയ അലൈഹി കഅജ്രി മസ്കനിൻ അസ്കനഹു ഇയ്യാഹു ഇലാ യൗമിൽ ഖിയാമ, ആ മയ്യത്തിന് ഒരു വീട് വെച്ചു കൊടുത്ത് ആ വീട്ടിൽ ആ മയ്യത്തിനെ താമസിപ്പിച്ചതുപോലെ ഖിയാമത്ത് നാൾ വരെ അയാൾക്ക് കൂലി കിട്ടിക്കൊണ്ടേ. അപ്പൊ അതൊക്കെ നമ്മൾ മുന്നിട്ട് ഇറങ്ങണം എന്നർത്ഥം. കാലഘട്ടമല്ല ഇപ്പം വരും. ഉടനെയുള്ള പൈസ വാങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മയ്യത്തിനെ കുളിപ്പിക്കാനും കഫം പുതിയാനും കവർ കുളിക്കാനും കവറിൽ വെക്കാനും അവിടെ ചെറിയ കൂലിയായി പറഞ്ഞു. ഇതതിന്റെ കാരണം ഭയങ്കര കൂലിയാണ് ഓഫർ. 40 മറ, 40 പ്രാവശ്യം പുറത്തു കൊടുത്തിരിക്കുന്നു ഒരു വായത്തിൽ. വേറൊരു വായത്തിൽ 40 കബീറത്തൻ, 40 വൻപാപങ്ങൾ അല്ലാഹു പുറത്തു വരും. മയ്യത്തിനെ കുളിപ്പിച്ചാല് എനിക്ക് കബറ് കുഴിച്ചു, ആ കബറിൽ അയാളെ കബറിറക്കിയാൽ ആ മയ്യത്തിന് ജീവിക്കാൻ ഒരു വീട് വെച്ചിട്ട് അയാൾ അവിടെ താമസിപ്പിച്ച കൂലി ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ മുള പള്ളിയിലെ കബറ് കുഴിക്കുന്നവനൊക്കെ മുവഹിദാണെങ്കിൽ ഭയങ്കര കൂലി കിട്ടുന്നു. നമ്മൾ വസീയത്ത് പറഞ്ഞോളൂ, വസീയത്ത് പറഞ്ഞോളൂ. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് എന്റെ ഖുറാബുകളെ കൊണ്ടോ മുസ്ലിഖിനെ കൊണ്ടോ മുഹദ്ദിനെ കൊണ്ടോ എന്റെ ശരീരം തൊഴിപ്പിക്കാൻ പാടില്ല. നാട്ടിൽ എവിടെന്നെങ്കിലും ഒരു പക്ക മുവാഹിദിനെ കൊണ്ട് എന്നെ കുളിപ്പിക്കണം, ഒന്നെ കപ്പം മുറിയണം. ആ തൗഹീദിന്റെ ആളുകളെ തന്നെ എന്റെ കബറിലേക്ക് വെക്കണം. കാരണം അവിടൊക്കെ മലായിക്കത്ത് സാക്ഷികളാവും. തൗഹീദല്ലാത്ത ഒരിച്ച് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റില്ല. വസീയത്ത് പറയണം മക്കളും. മൊത്തത്തിൽ നമുക്ക് പറഞ്ഞാൽ യജൂസ്. കാരണം കാരുടെ ഉള്ളറിയില്ലല്ലോ മുസ്ലിഖാണോ മുവഹിദാണോ. പക്ക ശിർക്ക് ചെയ്ത അബൂ താലിബ്, നിങ്ങൾ എന്തായി പറയുന്നു? അബൂ താലിബ് ആരാ? റസൂലുള്ളാഹി മുതാബല്ലേ, ജീവൻ കൊടുത്ത് സ്നേഹിച്ച സംരക്ഷിച്ച ആളല്ലേ. 40 കൊല്ലം മരിച്ചു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞ അടിയോട് ഇടന്ന് വിളിച്ചിട്ടുണ്ട്. ഇടന്നിന് വിളിച്ചിട്ടുണ്ട്, പോയിട്ടുമില്ല, കൂടെ കൂടിയിട്ടുമില്ല, ദ്വായില്ല, ഒന്നുമില്ല. ശിർക്കിന്റെ ഗൗരവം അത്രയുണ്ട്. കാരണം മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്? കാരണം അവിടെ പോയി നിന്നാ പറയേണ്ടത് മുശ്രിക്കിന് വേണ്ടി എങ്ങനെ നമ്മളെ ദുആ ചെയ്യാം? അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ. ഇല്ല, ശിർക്ക് ചെയ്ത് പൊറുക്കലും ഇല്ല, കരുണയും ഇല്ല. അന്ന് ഇന്നാന്ന് പറഞ്ഞ സംഗതി കൊടുക്കണേ നമ്മൾ പറഞ്ഞാൽ കൃത്യങ്ങൾ നമുക്ക് കിട്ടുക. അതാവാൻ വിളിച്ചാലും പറയാം, കാപ്പ് വിളിച്ചാലും പറയാം, അത് പറയാം. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞ അവസ്ഥ കാണാൻ കാണാനൊന്നുമില്ല. കാണുന്ന പ്രത്യേക കുടിയൊന്നുമില്ല, ശുദ്ധത്തും അങ്ങനത്തൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോ കാണാൻ പോകാൻ കാര്യം ഒരു കാണേണ്ടപ്പോഴാണ് ഹയാത്തിലുള്ളപ്പോ. അന്നേരം ഒരു കാണണം, ഒരു ആപ്പിള് വാങ്ങിയിട്ട് പോകണം, ഇതുവരെയൊക്കെ അന്വേഷിക്കണം. മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ക്യൂവായി വണ്ടി വിളിച്ച് പോയിട്ട് പോവാം.
പ്രശ്നമൊന്നുമില്ല. അവരവർ ചെയ്യുന്നതല്ലേ, നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് ദുആ ചെയ്യാനല്ല, സമാധാനമുള്ള ദുആ ചെയ്യാം. മനുഷ്യന്മാരല്ലേ, മഹത്വത്തെ ഇല്ലാത്തുള്ളൂ. എല്ലാം ഈ അവർക്കും സമാധാനം കൊടുക്കുന്നത് ആരാ? അള്ളാഹ്. പിന്നെ വേറെ ചെയ്യാം. ഈ പറഞ്ഞ ഈ കുഴിയുണ്ടല്ലോ, ഇത് മുശ്രിക്കിനെ കുറിച്ചിട്ട് കിട്ടൂല. ബദറിൽ മുശ്രിക്കിനെയും റസൂലുള്ളാഹിയും കുറിച്ചിട്ടുണ്ട്. ആ കിണറില് എല്ലാത്തിനും വെളിച്ചുമാൻ ഇട്ടിട്ട് പോയിട്ടേ മൂടിയിട്ട്. പക്ഷെ അത് ശരിക്കും വെച്ചാല് നമ്മള് മുന്നിട്ടിറങ്ങണം എന്നായി പറയുന്നു. ഈ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് വേറൊരു ഇതാണ് ഒരു ഷർത്ത്. എന്ത്? ഈ കൂലി അത് ആഗ്രഹിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷർത്തല്ല. ഷർത്ത് എന്താണ്? ന്യൂനതകൾ കണ്ടാൽ അത് പറയാതിരിക്കണം. എന്നാൽ ഈ കൂലിയുണ്ട്. രണ്ടാമത്തെ ഷർത്ത് അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അത് ചെയ്യണം. പ്രതിഫലം ആഗ്രഹിക്കാൻ പാടില്ല, കൂലി ആഗ്രഹിച്ചൂടാ. വലാ ശുക്കൂറ, ഒരു നന്ദിവാക്ക് വരെ ആഗ്രഹിച്ചൂടാ. വലാ ശൈഅൻ മിൻ ഉമൂരി ദുനിയാ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്തവർക്ക് ഈ കൂലി ഉണ്ടാവുകയുള്ളൂ. لما تقرر في الشرع أن الله تبارك وتعالى لا يقبل من العبادات إلا ما كان خالصا لوجهه. കാരണം എന്താ? അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചതാണ്, അടിമകൾ ചെയ്യുന്ന ഇബാദത്തുകൾ അവൻ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വജഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ആയിരിക്കണം. والأدلة على ذلك من الكتاب والسنة كثيرة جدا. അതിന് തെളിവ് ഖുർആനിലും സുന്നത്തിലും ഇഷ്ടംപോലെയുണ്ട്. അജിതസിഉ അഹ്ല ബിദിക്രി ഒരു 6 തെളിവ് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു. ഒന്ന് ഖൗലുഹു തബാറക വ തആല ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫലയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി. അത്തറിയാതെ ശിർക്ക് ചെയ്യാതെ ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹു മാത്രം ചെയ്താലേ അള്ളാഹുവിന്റെ ഇബാദത്ത് നടത്തുള്ളൂ. രണ്ടാമത്തെ തെളിവ് അള്ളാഹു പറഞ്ഞു വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മൾ പഠിച്ച ഹദീസാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى. ഒരാൾ എന്താണോ കരുതുന്നത് അത് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ആരെങ്കിലും അള്ളാഹും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടി ഹിജറ പോയി, അവരുടെ ഹിജറ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും തന്നെയാണ്. ദുനിയാവിന് വേണ്ടിയോ പെണ്ണ് കെട്ടാൻ വേണ്ടിയോ ആരെങ്കിലും പോയാലോ അവന്റെ ഹിജറ അവൻ എങ്ങോട്ട് പോയോ അത് മാത്രമാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടൂല. ചെയ്ത അമലും സഹിയാവണം. നീ എത്ര മനസ്സിൽ ആ കള്ളു വെച്ചിട്ടാ ഇത് നമ്മളെ ജലീച്ച കൊണ്ടിരുന്ന മറ്റേ ചായ ഞാൻ കുടിച്ചാലോ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബശ്ശിർ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ബിസ്സനാഇ വത്തംകീരി, എല്ലാവിധ സനാ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയും സൗകര്യവും, ഫിൽ ബിലാദി നാട്ടിലെ, വന്നസ്രി സഹായവും, വൽഇഫഅതി ഫിദ്ദീനി ദീനിലുള്ള ഉയർച്ചയും വളർച്ചയും, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കൂ. ആർക്ക്? വമൻ അമില മിൻഹും ബിഅമലിൽ ആഖിറതി, ഈ ഉമ്മത്തിന് നാട്ടിലുള്ള സൗകര്യവും സമൃദ്ധിയും സഹായവും ഉയർച്ചയും ദീനിലാണ് എന്നറിയിക്കൂ. മനസ്സിലായോ? ദീനിന് വേണ്ടി, അതായത് ഇഖ്ലാസോടെ ദീനിന് വേണ്ടി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക. ഇനി അമിനമിനും അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അമൽ ചെയ്താൽ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ അമൽ തന്നെ, പക്ഷേ ദുനിയ എന്തിനു വേണ്ടി? ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ നസീബ്, ആഖിറത്തിൽ ആർക്കൊന്നും. അഞ്ചാമത്തെ തെളിവ്, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ 2 നിബന്ധനകളിൽ രണ്ടാമത്തെ നിബന്ധന നിർബന്ധമാണ് എന്നതിന്റെ തെളിവ്.
عن ابي امامه رضي الله عنه قال جاء رجل الى النبي صلى الله عليه وسلم ശ്രദ്ധിച്ചോളെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു فقال നമ്മളൊക്കെ ദീനിനു വേണ്ടി കുറെ കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അത് കേൾക്കണം അദ്ദേഹം ചോദിച്ചു أرأيت رجلا غزا يلتمس الأجر والذكر ما له നബിയെ ഒരാൾ യുദ്ധം ചെയ്യുന്നു റസൂലുള്ളാഹിയോടൊപ്പമുള്ള യുദ്ധത്തിലാണ് എന്താ പറയാ യുദ്ധം ചെയ്യുന്നു പക്ഷെ യൽതമിസുൽ അജ്റ കൂലി പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ എന്നാലോ വദിക്ര ആളുകൾ ഒന്ന് പറയുന്നത് കേൾക്കാനും എന്തുണ്ട് ഒരു താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മാലഹു അയാൾക്ക് എന്താ കിട്ടുക നല്ല ക്ലാസ് ഉണ്ട് എന്നാലും എന്തുണ്ട് ആൾക്കാരൊന്നും കണ്ടോട്ടെ പറഞ്ഞോട്ടെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ശൈഅ ലഹു ഒന്നും കിട്ടാനില്ല فأعادها 3 مرات മൂന്ന് പ്രാവശ്യം ഇത് മടക്കി പറഞ്ഞു മൂന്ന് പ്രാവശ്യം ചോദിച്ചു يقول له رسول الله صلى الله عليه وسلم لا شيء മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹിന്റെ മറുപടി لا شيء له ഒന്നും കിട്ടാനില്ല ثم قال മൂന്നാമത്തെ പ്രാവശ്യം ഇത് പറഞ്ഞു إن الله لا يقبل من العمل الله العمل സ്വീകരിക്കൂല إلا ما كان له خالصا അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്ത അമലല്ലാതെ وبتغي وجهه الله وجهه പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്തതല്ലാതെ സ്വീകരിക്കൂല ويستحب لمن غسله أن يغتسل മയ്യത്തിനെ കുളിപ്പിച്ചവൻ സ്വന്തം കുളിക്കൽ സുന്നത്താണ് നിർബന്ധമല്ല ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഗസല മയ്യിതൻ ഫല്യഗ്തസിൽ ആരാണോ മയ്യത്തിനെ കുളിപ്പിക്കുന്നത് അവൻ കുളിച്ചുകൊള്ളട്ടെ വമൻ ഹമലഹു ആരാണോ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുന്നത് ഫല്യതവദ്ദ അവൻ വുദൂ ചെയ്യട്ടെ സുന്നത്താണ് നിർബന്ധമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിർബന്ധമാവൂല എന്നതിന്റെ തെളിവ് ശൈഖുൽ റഹ്മത്തുള്ളാഹി പറയുന്നു കുളിപ്പിച്ചതിന് ശേഷം കുളിപ്പിക്കാതെ മയ്യത്തെ പിടിച്ചു കൊണ്ടുപോയ ആൾ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാം വുദൂ ചെയ്യാം അത് സുന്നത്താണ് നിർബന്ധമല്ല കാരണം അത് സുന്നത്താണെന്ന് പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഞങ്ങളിൽ നിന്നും തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ലൈസ അലൈക്കും ഫീ ഗസ്ലി മയ്യതികും ഗുസ്ലുൻ നിങ്ങൾ മയ്യത്തിനെ കുളിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ കുളിക്കണമെന്നില്ല ഇദാ ഗസൽതുമു നിങ്ങൾ കുളിപ്പിച്ചാൽ ഫഇന്ന മയ്യതകും ലൈസ ബിനജസിൻ കാരണം മയ്യത്ത് എന്തല്ല നജസല്ല ഫഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയകും കൈ കഴുകിയാൽ മാത്രം മതിയാകും എന്നൊരു ഖൗലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെന്ത് മനസ്സിലാവുന്നു കുളിപ്പിക്കൽ നിർബന്ധമല്ല നിർബന്ധമാണെങ്കിൽ ഇതിങ്ങനെ പറയൂല അതുമാത്രമല്ല വേറൊരു റിപ്പോർട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കുന്നാ നഗ്സിലുൽ മയ്യിത്ത് നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കുമായിരുന്നു ഫമിന്നാ മൻ യഗ്തസിലു വമിന്നാ മൻ ലാ യഗ്തസിൽ നമ്മുടെ കൂട്ടത്തിൽ കുളിച്ച ആൾക്കാരുണ്ട് കുളിക്കാത്ത ആൾക്കാരും ഉണ്ട് കുളിപ്പിച്ചതിന് ശേഷം അപ്പൊ ഈ പറഞ്ഞ ഇബ്നു അബ്ബാസിന്റെയും ഇബ്നു ഉമറിന്റെയും ഈ രണ്ട് ഖൗലുകൾ വെച്ചുകൊണ്ടാണ് ശൈഖുൽ അഹ്മദ് പറഞ്ഞത് മയ്യത്തിനെ കുളിപ്പിച്ച ആള് കുളിക്കൽ നിർബന്ധമെന്ന് പറഞ്ഞുള്ള കുളിക്കൽ എന്താണ് സുന്നത്താണ് എന്നാലോ വലാ യുശ്റഉ ഗസ്ലു ശഹീദി ഖതീലിൽ മഅറക യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ട് ഷഹീദായ ഷഹീദിനെ കുളിപ്പിക്കൽ നിയമമാക്കപ്പെട്ടിട്ടില്ല വലം ഇത്തഫഖ അന്നഹു കാന ജുനുബാ ആ ഷഹീദാവുന്ന സമയം ആ സ്വഹാബി ജനാബത്തുകാരനാണെങ്കിലും ശരി കാരണം അതിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ ഒന്ന് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ഫിനൂഹും ഫീ ദിമാഇഹിം അവരുടെ രക്തത്തോട് കൂടി നിങ്ങൾ അവരെ കവറടക്കം ചെയ്യണം യാനി യൗമ ഉഹദ് ദിവസം പറഞ്ഞു ولم يغسلهم നിങ്ങൾ അവരെ കുളിപ്പിക്കേണ്ടതില്ല وفي روايه قال انا شهيد على هؤلاء يعني ശുഹദാക്കൾക്കുള്ള സാക്ഷിയാണ് ലുഫൂഹും ഫീ ദിമാഇഹിം അവർ നിങ്ങൾ എന്ത് ചെയ്യാം ഈ രക്തത്തോട് കൂടി തന്നെ കവറടക്കം നടത്തുക فانه ليس جريح يجرح في الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു മുറിവുണ്ടായിട്ടുള്ള ഒരാള് ഇല്ല ജാഅ വജുഹുഹു യൗമൽ ഖിയാമത്തി യദ്മാ ആ മുറിവിലൂടെ രക്തം ഒലിച്ചുകൊണ്ടല്ലാതെ ഖിയാമത്ത് നാളിൽ വരികയില്ല അതുകൊണ്ട് കുളിപ്പിക്കേണ്ട കാര്യമില്ല ശുഹദാക്കൾ ലൗനുഹു ലൗനുത്തം ആ ചോരയുടെ കളർ ചോന്ന കളറായിരിക്കും പക്ഷെ വലിയ അതിന്റെ മണം കസ്തൂരിയുടെ മണവും ആയിരിക്കും
ഈ ഹദീസിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ശുഹദാക്കളെ കുളിപ്പിക്കേണ്ട കാര്യമില്ല. വേറൊരു റിവായത്തിൽ ലാ തഗ്സിലൂഹും, നിങ്ങൾ അവരെ കുളിപ്പിക്കേണ്ടതില്ല. ഫഇന്ന കുല്ല ജുർഹിൻ, കാരണം എല്ലാ മുറിവുകളും യഫൂഹു മിസ്കൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അത് കസ്തൂരിയായി വീശും. വലം യുസല്ലി അലൈഹിം, അവരെ നിങ്ങൾ നിസ്കരിക്കേണ്ട കാര്യവും ഇല്ല. കാരണം നിസ്കരിക്കുന്നതിനാ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ തുള്ളി ഭൂമിയിൽ വീഴുമ്പോഴേക്കും പാപങ്ങളൊക്കെ പുറത്തപ്പെട്ടു, പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ഹദീസ് ശുഹദാക്കളെ കുളിപ്പിക്കേണ്ടതില്ല. അബൂ ബർസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കേട്ടോളി ഒരു സംഭവമാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മഗ്സൽ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിലായിരുന്നു. ഫഅഫാ അല്ലാഹു അലൈഹി, അല്ലാഹു വിജയിപ്പിച്ചു ആ യുദ്ധത്തിൽ. അതായത് അതിന് മുമ്പ് മുന്നോടിയായിട്ടൊരു കാര്യം പറയുന്നത്, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രഗത്ഭനായ എന്നാൽ അത്ര പ്രസിദ്ധനല്ലാത്ത ഒരു സാദാ സഹാബി ഉണ്ടായിരുന്നു, ജുലൈബി റളിയല്ലാഹു അൻഹു. പേര് ജുലൈബി. ഒരു കറുത്ത, വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു വിരൂപിയായ ഒരു ചെറുപ്പക്കാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങള് സഹാബത്തിനോട് വിവാഹം പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഖാന്റെ സുന്നത്താണ്. ചെറുപ്പക്കാരും പ്രായമായ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്തോണം, കിട്ടിക്കോണം. അതുകൊണ്ട് വിവാഹമൊക്കെ വളരെ പെട്ടെന്ന് അള്ളാഹു ഉൾപ്പാർത്തെ ദീനിലും ദുനിയാവിലും സന്തോഷവും സമാധാനവും തരുന്നൊരു പെണ്ണിന് അള്ളാഹു എത്തിച്ചേർട്ടെ. വിവാഹം പിന്നെ നമുക്ക് എന്താവും. ജുലൈബീബ് ഒരു മൂലക്ക് ഇരുന്നത് കേൾക്കുന്നുണ്ടാവും. സഹാബാക്കളെല്ലാം പോകുമ്പോൾ റസൂലുള്ളാഹി പറയും, ജുലൈബീബ് അറിയിക്കണ്ടേ, അലാ തതസവ്വജ് യാ ജുലൈബീബ്. അദ്ദേഹം പറയും, യാ റസൂലുള്ളാഹ് ലാ മാൽ വലാ ജമാൽ വലാ ജാഹ്, പൈസയുമില്ല, സൗന്ദര്യമില്ല, പേരും പെരുമയും ഒന്നുമില്ല, എനിക്കിപ്പോ ആരാ പെണ്ണത്തിലാണ്. ആ ജാഹലിയ്യത്തിൽ എങ്ങനെയുണ്ട്, പേരും പെരുമയും അതൊക്കെ നോക്കിയിട്ട് കെട്ടിക്കും. അങ്ങോട്ട് പോകും, ജുലൈബ് പണിക്ക് പോകും. പിന്നെയും കണ്ടു ഇതേ ചോദ്യം, ഇതേ മറുപടി. മൂന്നാമത് കണ്ടപ്പോ ജുലൈബിന് ദേഷ്യം പിടിച്ചു. ജുലൈബ് പറഞ്ഞു, അലം അഖുൽ ലക യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞില്ല നബി, എനിക്ക് ആര് തരും? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മദീനത്ത് ഇന്ന ആളെ വീട്ടിൽ പോയിട്ട് ഈ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളുടെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ്. ജുലൈബ് വിവാഹം വീട്ടിൽ ചെന്നു. വലിയ പൈസക്കാരൻ, ജമീല നാപ്പന്റെ പേര്. പാപ്പാനെ കണ്ടു, സലാം പറഞ്ഞു. നബി വിട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മകളുടെ വിവാഹം ആലോചിക്കാൻ. സുബ്ഹാനല്ലാഹ്, എന്റെ മകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ആലോചിച്ചോ? കാരണം പുതിയ പേര് കിട്ടാൻ വന്നാലേ റസൂലുള്ളാഹി. ജുലൈബി പറഞ്ഞു, റസൂലുള്ളാഹിക്കല്ല, സഹാബി പറഞ്ഞു, ഓ ഞാൻ അവരുടെ ഉമ്മയോടൊന്ന് ചോദിക്കട്ടെ. വീട്ടിൽ കയറി പോയിട്ട് ഉമ്മയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മകൾക്ക് വേണ്ടി വിവാഹ ആലോചനയുമായിട്ടുള്ള അയച്ചിട്ടുണ്ട്. ഉമ്മയും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നമ്മുടെ മകൾ റസൂലുള്ളാഹി ആലോചിച്ചോ? റസൂലുള്ളാഹി അല്ല, ഈ തൊള്ളല്ല, പുറത്തിന്റെ പുതിയാപ്പുറ നമ്മുടെ ജുലൈബീബാണ്. ഉമ്മ പറഞ്ഞു, ഓ ജുലൈബീബോ, ഇതാ പെണ്ണ് കേൾക്കുന്നത്. അപ്പോഴും ആ പെണ്ണിങ്ങനെ വലിയ ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം ആലോചിക്കാൻ വേണ്ടി ഒരാളെ വിടുക, അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാണോ? എത്രയും പെട്ടെന്ന് വീട്ടിൽ കെട്ടാൻ തയ്യാറാണെന്ന് പറ. അതാണ് മോള്. ഉപ്പയാ മോൾ അങ്ങനെ വളർത്തിയത്. ജുലൈബീബ് പോയി. ഇദ്ദേഹം കുതിരപ്പുറത്ത് ഏറെ ജുലൈബിയോട് എത്തുന്നതിന് മുമ്പ് വിട്ട പുതിയാപ്പിള്ള കണ്ടു, സമ്മതാണ്, ഞാൻ വിളിച്ചു. അന്ന് കല്യാണം നടന്നു. അങ്ങനത്തെ പെണ്ണായിരിക്കും. ആദ്യ രാത്രി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് ജുലൈബിക്ക് സ്വർഗത്തിൽ കിട്ടിയ സുന്ദരിയാണിത്. ജുലൈബിക്കകത്തിൽ പെണ്ണ് കിട്ടൂല മദീനത്തിൽ. ഇങ്ങനെ കിടക്കുമ്പോൾ ജനാധിപത്യക്കാരനായി ജുലൈബി ഇങ്ങനെ കിടക്കുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം, അള്ളാന്റെ പട്ടാളക്കാരെ തയ്യാറായിക്കൊള്ളുന്ന യുദ്ധത്തിന്റെ കാഹളം മുടക്കിയിട്ടുണ്ട്. ഹദീസിൽ എന്താണെന്നറിയോ? ജുലൈബി പെണ്ണ് നോക്കും, വില കിട്ടിയിട്ടേ ഉള്ളൂ, കൊതിയോ ആർത്തിയോ ഒന്നും തീർന്നില്ല. ആ പെണ്ണ മുഖത്തേക്ക് നോക്കും, എന്നിട്ട് ആ ശബ്ദത്തിലേക്ക് നോക്കും. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ജുലൈബി പറഞ്ഞാണ് പെണ്ണോട്, ജമീല, നിന്നേക്കാളും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പോവാണ്.
പിറ്റേ യുദ്ധത്തിൽ ജുലൈബീബ് ഷഹീദായി. ആ ജുലൈബിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഹദീസിന്റെ ബാക്കി ഇതിലുള്ളൂ. അങ്ങനെ യുദ്ധം കഴിഞ്ഞു, റസൂലുള്ളാഹി ജയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തഖിദൂന മിൻ അഹദിൻ, പട്ടാളക്കാരിൽ ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ, ആരെങ്കിലും കാണാനുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഖാലു നഅം ഫുലാനൻ വഫുലാനൻ വഫുലാനൻ, ഇന്നേം ആളുകളൊക്കെ ഷഹീദായിട്ടുണ്ട്. ثم قال റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു, ഹൽ തഖിദൂന മിൻ അഹദ്, ആരെങ്കിലും ഇനിയും കാണാതെയുണ്ടോ? ഖാലു ലാ, സഹാബത്ത് പറഞ്ഞു, ഇല്ലല്ലോ, ഷഹീദായിട്ടുള്ള എല്ലാവരെയും നമ്മൾ കൊണ്ടുവന്നു. ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലകിന്നി അഖിദു ജുലൈബീബ, പക്ഷെ ജുലൈബീബിനെ കാണുന്നില്ലല്ലോ. ഫത്ലുബൂ, നിങ്ങൾ അന്വേഷിക്കുക. ഫത്ലുബ ഫി ഖത്ല, കൊല്ലപ്പെട്ട ആളുകൾ ശത്രുക്കളുണ്ടാവും, അവിടെ എല്ലാം ഇടയിൽ പോയിട്ട് പിന്നെ പരതി സഹാബാക്കൾ. ഫവജദൂഹു ഇലാ ജംബി സബഅത്തിൻ ഖതൽ, നോക്കുമ്പോൾ 7 മുശ്രിക്കീങ്ങളെ കൊന്ന് അതിന്റെ ഇടയിലുണ്ട് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആൾക്കാരെ കൊന്നതിന് ശേഷം ഖതലു, പിന്നെയാണ് അവർ ജുലൈബീബിനെ കൊല്ലുന്നത്. റസൂലുള്ളാഹിയുടെ അടുത്ത് കൊണ്ടുവരപ്പെട്ടു. ഫവഖഫ അലൈഹി, റസൂലുള്ളാഹി ആ മയ്യത്തിന്റെ അടുത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഖതല സബഅതൻ, നീ 7 ആൾക്കാരെ കൊന്നു. തുമ്മ ഖതലു, പിന്നെയാണ് അവർ നിന്നെ കൊന്നത്. ഹാദാ മിന്നി വഅന മിൻഹു, ജുലൈബീബ് എന്റേതാണ്, ഞാൻ ജുലൈബീബിന്റേതുമാണ്. ആർക്കാത് കിട്ടുക? ഏതോ ഒരു പാവപ്പെട്ട ഒരു സ്ഥലം. ഹാദാ മിന്നി വഅന മിൻഹു, 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. ثم قال بذراعيه هكذا فبسطهما, റസൂലുള്ളാഹി തങ്ങളുടെ ഇദ്റാഅ് എന്താണ്, കൈ ഇങ്ങനെ നീട്ടി എന്നിട്ട് പറഞ്ഞു, ജുലൈബീബിനെ എടുക്ക്, എന്റെ കൈമേൽ വെച്ചതാ. فوضعه على صاعديه, സഹാബത്ത് എടുത്തു, റസൂലുള്ളാഹിയുടെ കൈമേൽ വെച്ചു കൊടുത്തു. റസൂൽ ജുലൈബീബിനെ തോളത്തെടുത്ത് കടത്തി. ലൈസ ലഹു സരീറുൻ ഇല്ലാ സാഇദയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കട്ടിട്ടില്ല ജുലൈബീബിനെ കൊണ്ടുപോയത് ഖബറിലേക്ക്. ജുലൈബീബിനെ കൊണ്ടുപോയത് റസൂലുള്ളാഹിയുടെ തോളത്തിൽ വെച്ചിട്ടാണ്. فحفر له, റസൂലുള്ളാഹി തങ്ങൾ ജുലൈബീബിന് കുഴി ഖബറുണ്ടാക്കപ്പെട്ടു. വഹുദിഅ ഫീ ഖബ്രിഹി, ഖബറിൽ വെച്ചു. വലം യദ്കുർ ഖസ്ല, ജുലൈബീബിനെ ചെയ്തിട്ടില്ല, കുളിപ്പിച്ചിട്ടില്ല. അപ്പൊ ജനാപത്തുകാരനാണെങ്കിലും ഷഹീദാണെങ്കിൽ കുളിപ്പിക്കേണ്ട കാര്യമില്ല. ആ ജുലൈബീബി നാളെ എവിടെ ഉണ്ടാവും? എന്താ സംശയത്തെ? ഇന്നത്തെ പുതിയാപ്പുള നാളെ ആ പുതിയാപ്പുള സ്വർഗത്തിൽ അങ്ങനെ തന്നെ പുതിയാപ്പയിട്ട് അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി. മൂന്നാമത്തെ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. അന്ന ശുഹദാ ഉഹുദ് ലം യുഗസ്സലു, ഉഹുദിൽ ഷഹീദാക്കപ്പെട്ടവർ കുളിപ്പിച്ചിട്ടില്ലായിരുന്നു. വദുഫിനു ബിദിമാഇഹിം, അവരുടെ രക്തത്തോടെ തന്നെയാണ് കബറടക്കിയത്. വലം യുസല്ലി അലൈഹിം, അവരുടെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. ഗൈറു ഹംസ, ഹംസ ഒഴികെ. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് അത്രയും സങ്കടം ഉണ്ടാക്കിയ ഒരു ഷഹീദാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഭയങ്കര 2 3 തക്ബീറാത്തുകൾ, 4 അല്ലാതെ അതിലധികം എത്രയോ പറഞ്ഞ് റസൂലുള്ളാഹി നിസ്കരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. അത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നു ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിൽ. ഒന്നുകൂടി الرابعة, നാലാമത്തെ ഹദീസ് തെളിവ്. അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുല്ലാഹി ബിൻ സുബൈർ അറിയോ? അതൊന്ന് വായിക്കണം. ഇബ്നു സുബൈറിന്റെ കഥ ഒന്ന് വായിക്കണം. ആ സഹാബിയുടെ അബ്ദുല്ലാഹി ബിൻ സുബൈർ, സുബൈർ ബിൻ അവ്വാമിന്റെ മകൻ അബ്ദുല്ലാഹ്, സുബൈർ ബിൻ അവ്വാം. അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ വായിച്ചു നോക്കിയത് എന്നിട്ട് കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്ക് പഠിച്ചു ആരായിരുന്നു ആ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഉഹുദിന്റെ ഖിസ്സ പറയാൻ, ഹംദലത്ത് ബിൻ അബി ആമിർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷഹീദിനെ കാണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന സാഹിബകും തഗ്സിലുഹുൽ മലായിക, നിങ്ങളുടെ ആ ചങ്ങാതിയല്ലേ ഹംദല, മലക്കുകൾ കുളിപ്പിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. സഹാബാക്കൾ ഓടിപ്പോയിട്ട് നോക്കുമ്പോ വെള്ളം ഉറ്റുന്നുണ്ട് ശരീരത്തിൽ, മലക്കുകൾ കുളിപ്പിക്കുന്നു. ഫസ്അലു സാഹിബത, പോയിട്ട് ഭാര്യയോട് ചോദിക്ക് എങ്ങനെയാ യുദ്ധത്തിന് വന്നത്. ഫഖാലത്ത്, ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഖറജ വഹുവ ജുനുബുൻ ലമാ സമിഅ അൽ-ഹാരിഅത, അദ്ദേഹം പിന്നെ ജനാപത്തുകാരനായിക്കൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടി വന്നത്. ലിമാ സമിഅ അൽ-ഹാരിഅത, എന്ത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ? യുദ്ധക്കളത്തിൽ നിന്ന് വിളിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം. യുദ്ധത്തിന് വേണ്ടി വിളിക്കുന്നവരെങ്ങനെ
മംഗലത്തിന് വിളിക്കുമ്പോൾ തന്നെ വിളിക്കാം, പട്ടാൾക്കാർ ഉണർത്തുന്നല്ലേ. ആ വിളി കേട്ടപ്പോൾ തന്നെ പോയതാണ് ഹംദല റളിയല്ലാഹു അൻഹു. കുളിച്ചിട്ടില്ല എന്ന് ഭാര്യ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിദാലിക ഗസ്സലത്തുൽ മലായിക, അതുകൊണ്ടാണ് മലക്കുകൾ എന്ത് ചെയ്തത്, ഹംദലയെ കുളിപ്പിച്ചത്. പറയാതെ കിതാബ് നോക്കിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ഉസീബ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് വഹംദല ബിൻ റവാഹിബ് വഹുമാ ജുനുബ്. ഹംസയും ഹംദലയും രണ്ടുപേരും ജനാബത്തുകാരായ നിലയിലാണ് ഉഹദിൽ ഷഹീദാക്കപ്പെട്ടത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തുൽ മലായികത തുഗസ്സിലുഹുമാ, ആ രണ്ടുപേരെയും മലക്കുകൾ വന്ന് കുളിപ്പിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഇവരൊക്കെയാണ് സ്വർഗത്തിലേക്ക് നമ്മുടെ മുമ്പേ നടന്നു പോയവർ. അവരുടെ പിറകിൽ സ്വർഗത്തിലേക്ക് നടക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അവര് നടന്ന വഴിയും നമ്മളിപ്പോ നടക്കുന്ന വഴിയും അതിന്റെ ജാന്തരവും. അല്ലാഹു സ്വർഗ്ഗം നസീബാക്കി തരട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു നന്മ തൗഫീഖ് നസീബാക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.